HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ആർക്കും തല്ലാം ആദിവാസിയെ. കോവിഡ് ഭീതി വേണ്ടെന്ന് വിദഗ്ധർ. ഇവിടെയുണ്ട് കാക്കകളെല്ലാം കൂടൊരുക്കി ഒളി കണ്ണുമായി. ചുഴിയിൽപ്പെട്ട് കപ്പൽ അപകടം. മുണ്ടെടുത്ത മലയാളത്തനിമയിൽ പത്മശ്രീ ഏറ്റുവാങ്ങി വിജയൻ. ചൈന പാക് ഭീഷണി നേരിടാൻ ഇന്ത്യൻ സ്റ്റെൽത്ത് യുദ്ധവിമാനം. കാലിഫോർണിയയിൽ തകഴിയുടെ കറുത്തമ്മ, മലയാറ്റൂരിന്റെ രാഗിണി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ആർക്കും തല്ലാം ആദിവാസിയെ. സാക്ഷര കേരളത്തിൽ വീണ്ടും ആദിവാസിക്ക് പൈശാചിക പീഡനം. വിവസ്ത്രനാക്കി പോസ്റ്റിൽ കെട്ടിയിട്ടാണ് അട്ടപ്പാടിയിലെ ആദിവാസി യുവാവിനെ മൃഗീയമായി തല്ലിയത്. കല്ലിൽ തട്ടി കാലുതെറ്റി വീണ യുവാവ് വാഹനത്തിന് മുന്നിലേക്ക് ചാടിയെന്ന് ആരോപിച്ചാണ് ക്രൂരത. അഗളി ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ ഷിജുവാണ് ഇരയായത്. മാരകമായി പരിക്കേറ്റ ഷിജു കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവം നടന്ന് 3 ദിവസമായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നു. 24-ന് അഗളി ചിറ്റൂർ കട്ടേക്കട നടന്ന സംഭവം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പുറംലോകം അറിഞ്ഞത്. ക്ഷീരസംഘങ്ങളിൽ നിന്ന് പാൽ സംഭരിച്ച് മിൽമ ഡയറിയിലേക്ക് കൊണ്ടുപോകുന്ന പിക്കപ്പ് വാനിന് മുന്നിലേക്ക് ഷിജു കല്ലിൽ തട്ടി വീഴുകയായിരുന്നു. മനഃപൂർവ്വം ചാടിയതാണെന്ന് ആരോപിച്ച് ഡ്രൈവറും ക്ലീനറും ചേർന്ന് മർദ്ദിച്ചു. നിലതെറ്റിയ ഷിജു കല്ലെടുത്തെറിഞ്ഞു. വാഹനത്തിന്റെ ചില്ല് തകർന്നു. പിന്നാലെ ഡ്രൈവറും ക്ലീനറും ഷിജുവിനെ റോഡിലൂടെ വലിച്ചിഴച്ചു. വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ടു. വീണ്ടും തല്ലിയ ശേഷം വാഹനം ഓടിച്ചുപോയി. അട്ടപ്പാടിയിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മധുവിനെക്കുറിച്ചുള്ള ഓർമ്മ മാനിട്ടില്ല. അതിന്റെ മറ്റൊരു മുഖമാണ് ഷിജു നേരിട്ട പീഡനം. 24-ന് കോട്ടത്ര ആശുപത്രി അധികൃതർ സംഭവം പോലീസിൽ അറിയിച്ചെങ്കിലും കേസെടുക്കാനോ മൊഴിയെടുക്കാനോ തയ്യാറായില്ല. കോവിഡ് ഭീതി വേണ്ടെന്ന് വിദഗ്ധർ. രാജ്യത്തെ കോവിഡ് വ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബഹൽ. എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരോഗ്യക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ സ്ഥിരീകരിച്ച 335 കേസുകൾ അടക്കം രാജ്യത്തെ ആകെ സജീവ കേസുകൾ 1000 കടന്നു. കോവിഡ് റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ ഡൽഹിയിൽ മുഖ്യമന്ത്രി രേഖ ഗുപ്ത പ്രത്യേകം യോഗം വിളിച്ച് സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ഇവിടെയുണ്ട് കാക്കകളെല്ലാം കൂടൊരുക്കി ഒളി കണ്ണുമായി. കൂടുമാറിയെങ്കിലും കാക്കകൾ ഇവിടെ തന്നെയുണ്ട്. കൂടിനകത്ത് പഴയ പോലെ കുഞ്ഞുങ്ങളുമുണ്ട്. എന്നാൽ കാക്കകളെ ധാരാളമായി കണ്ടിരുന്ന പല പ്രദേശങ്ങളിലും കുറവുണ്ടായതാണ് കാണപ്പെടുന്നത്. അത് ചേക്കമാറ്റം മാത്രമാണ് എന്നാണ് പക്ഷി നിരീക്ഷകരുടെ കണ്ടെത്തൽ. രാജ്യത്ത് ഏറ്റവുമധികം കാക്കകളുള്ളത് കേരളത്തിലാണ്. വികസന പ്രവർത്തനങ്ങളും ഭക്ഷണ ലഭ്യതയിലെ പ്രശ്നങ്ങളും കാരണം അവ താവളം മാറ്റുന്നുണ്ട്. കാർഷിക സർവകലാശാലയുടെ വന്യജീവി വിഭാഗവും ബേർഡ് കൗണ്ട് ഇന്ത്യ എന്ന സംഘടനയും ചേർന്ന് നടത്തിയ പഠനത്തിൽ ഇതു സംബന്ധിച്ച് സമാന കണ്ടെത്തലാണുള്ളത്. മഴക്കാലത്തും വേനൽക്കാലത്തുമായി 6 വർഷത്തിലേറെ പഠനം നടന്നു. മറ്റു പല പക്ഷികളെയും പോലെ കാക്കകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല. ഒളികണ്ണെറിഞ്ഞും മനുഷ്യരെ നിരീക്ഷിച്ചും കളിപ്പിച്ചും ആവശ്യമുള്ള തീറ്റ അവ കൊക്കിലൊതുക്കുന്നുമുണ്ട്. ചുഴിയിൽപ്പെട്ട് കപ്പൽ അപകടം. മോശം കാലാവസ്ഥയിലും ചുഴിയിലും അകപ്പെട്ട് ചരക്കുകപ്പലായ MSC എൽസ 3 അറബിക്കടലിൽ ചെരിഞ്ഞു. മറൈൻ ഗ്യാസ് ഓയിലും വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിലും നിറച്ച് 10 കണ്ടെയ്നറുകൾ ആഴക്കടലിൽ പതിച്ചു. 24 ജീവനക്കാരിൽ 21 പേരെ കോസ്റ്റ് ഗാർഡും നേവിയും സംയുക്ത ഓപ്പറേഷനിലൂടെ രാത്രി 8-ഓടെ രക്ഷപ്പെടുത്തി. ക്യാപ്റ്റനും ചീഫ് സെക്കൻഡ് എഞ്ചിനീയർമാരും കപ്പലിൽ തുടരുകയായിരുന്നു. മുഴുവൻ പേരെയും രക്ഷിച്ച് കൊച്ചിയിലെത്തിച്ചു. റഷ്യൻ പൗരനാണ് ക്യാപ്റ്റൻ. 20 ഫിലിപ്പീൻസുകാരും 2 യുക്രൈൻ പൗരന്മാരും 1 ജോർജിയക്കാരനുമാണ് മറ്റുള്ളവർ. കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ തെക്കു പടിഞ്ഞാറായി കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. അപകട സാധ്യതയുള്ളവയാണ് മറൈൻ ഗ്യാസ് ഓയിലും സൾഫർ ഫ്യൂൽ ഓയിലും. കേരള തീരത്തടിയാൻ സാധ്യതയുള്ള ഈ കണ്ടെയ്നറുകൾ സ്പർശിക്കാൻ പോലും പാടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഫീഡർ കപ്പൽ 600 കണ്ടെയ്നറുകളുമായി കൊച്ചിയിലേക്ക് തിരിച്ചത്.
തൂത്തുക്കുടിയിൽ നിന്ന് വിഴിഞ്ഞത്ത് എത്തിയതാണ്. ഏതാനും കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കിയ ശേഷം മദർഷിപ്പിലെത്തിയ കണ്ടെയ്നറുകൾ കയറ്റുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 4:30 കൊച്ചി തുറമുഖത്ത് എത്തേണ്ടതായിരുന്നു. കൊച്ചി തീരത്തേക്ക് അടുക്കവേ ഉച്ചയ്ക്ക് 1:25 അപകടത്തിൽപ്പെട്ടു. മുണ്ടെടുത്ത മലയാള തനിമയിൽ പത്മശ്രീ ഏറ്റുവാങ്ങി വിജയൻ. മലയാളത്തിന്റെ അഭിമാനമായ ഫുട്ബോൾ താരം IM വിജയൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഫുട്ബോളിലെ സമഗ്ര സംഭാവനകൾ മാനിച്ചാണ് വിജയനെ കേന്ദ്ര സർക്കാർ പത്മശ്രീ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ മുണ്ടെടുത്ത് കേരളീയ വേഷത്തിലാണ് വിജയൻ എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രമുഖർ കൈയടിച്ച് താരത്തെ അഭിനന്ദിച്ചു. ചൈന പാക് ഭീഷണി നേരിടാൻ ഇന്ത്യൻ സ്റ്റെൽത്ത് യുദ്ധവിമാനം. റഡാറുകളുടെ കണ്ണുവെട്ടിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള AMCA പദ്ധതിക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. നിലവിൽ US-നും ചൈനയ്ക്കും മാത്രമാണ് 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ഉള്ളത്. എയ്റോസ്പേസ് മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശീയ ആംഗ് പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കാനുള്ള ദൗത്യം ബംഗളൂരു ആസ്ഥാനമായുള്ള ADAയ്ക്കാണ്. തേജസ് നിർമ്മാണത്തിന്റെ തിരക്കുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡിനെ ഒഴിവാക്കി മറ്റ് സ്വകാര്യ പൊതു സ്ഥാപനങ്ങളിൽ നിന്ന് നിർമ്മാണ ടെൻഡറുകൾ ക്ഷണിക്കും. തദ്ദേശീയ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റായ തേജസ് വികസിപ്പിച്ചതും ADA ആണ്. തേജസിൽ ഉപയോഗിക്കുന്ന കാവേരി എഞ്ചിൻ സ്റ്റെൽത്തിനായി വിദേശ സഹായത്തോടെ പരിഷ്കരിക്കും. കാലിഫോർണിയയിൽ തകഴിയുടെ കറുത്തമ്മ, മലയാറ്റൂരിന്റെ രാഗിണി. മലയാള സാഹിത്യത്തെയും സിനിമയും കിടിലം കൊള്ളിച്ച 27 സ്ത്രീ കഥാപാത്രങ്ങൾ അമേരിക്കയിൽ പുനർജനിച്ചു. ചന്തുമേനോന്റെ ഇന്ദുലേഖ, ചെമ്മീനിലെ കറുത്തമ്മ, G. വിവേകാനന്ദന്റെ കള്ളിച്ചെല്ലമ്മ, മലയാറ്റൂരിന്റെ യക്ഷി നോവലിലെ രാഗിണി തുടങ്ങിയ കഥാപാത്രങ്ങളാണ് കാലിഫോർണിയയിലെ സാന്റിയാഗോയിൽ പ്രത്യക്ഷമായത്. മലയാളിയായ ഡോക്ടർ ചിനോയുടെ നേതൃത്വത്തിലായിരുന്നു കൗതുകവും ആവേശവുമായി മാറിയ കലാസംരംഭം. അമേരിക്കൻ മലയാളികൾ വേഷമിട്ട ഈ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി 70 പേജുള്ള ഫോട്ടോ ബുക്ക് സാന്റിയാഗോയിൽ മലയാളി അസോസിയേഷൻ പ്രകാശനം ചെയ്തു. കഥാപാത്രങ്ങളുടെ മേക്ക്-ഓവറിൽ റാപ്പ് വാക്കും നടന്നു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ആർക്കും തല്ലാം ആദിവാസിയെ. കോവിഡ് ഭീതി വേണ്ടെന്ന് വിദഗ്ധർ. ഇവിടെയുണ്ട് കാക്കകളെല്ലാം കൂടൊരുക്കി ഒളികണ്ണുമായി. ചുഴിയിൽപ്പെട്ട് കപ്പൽ അപകടം. മുണ്ടെടുത്ത മലയാള തനിമയിൽ പത്മശ്രീ ഏറ്റുവാങ്ങി വിജയൻ. ചൈന പാക് ഭീഷണി നേരിടാൻ ഇന്ത്യൻ സ്റ്റെൽത്ത് യുദ്ധവിമാനം. കാലിഫോർണിയയിൽ തകഴിയുടെ കറുത്തമ്മ, മലയാറ്റൂരിന്റെ രാഗിണി. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ HS റേഡിയോ വിന്നർ അഗ്നിജിത 5B. പോയ വാരത്തിലെ ചോദ്യം: കാശ്മീർ നിരീക്ഷണത്തിനായി സജ്ജമാക്കിയ ഉപഗ്രഹത്തിന്റെ പേര്. ഉത്തരം RISAT-1B. ഈ ആഴ്ചയിലെ ചോദ്യം: ഏതു മലയാളി ഡോക്ടറുടെ ആഭിമുഖ്യത്തിലാണ് കാലിഫോർണിയയിലെ സാന്റിയാഗോയിൽ ഇപ്പോൾ നടന്ന കലാസംരംഭം അരങ്ങേറിയത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.